അപ്പോൾ നമ്മൾ ലിങ്ക്ഡിൻ ആഡ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ലിങ്ക്ഡിൻ ആഡ്സ് നമുക്ക് വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവന്ന് അവിടുന്ന് ഓവർ ആക്ഷൻ എടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇൻസൈറ്റ് ടാഗ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻസൈറ്റ് ടാഗ് നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലുള്ള നമുക്കത് ട്രാക്കിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് വെബ്സൈറ്റിൽ ലാൻഡിംഗ് പേജിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്കവിടെ ഒരു യൂസർ വന്നു കഴിയുമ്പോൾ അവിടെയുള്ള ബട്ടൺസ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഒരു ഫോം ഫില്ല് ചെയ്തെടുക്കുക. അങ്ങനെയുള്ള കൺവേർഷൻ ട്രാക്കിംഗ് ഒക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻസൈറ്റ് ടാഗ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അതിനെ ട്രാക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ക്യാമ്പയിൻ മാനേജറിൽ ലിങ്ക്ഡിൻ്റെ ക്യാമ്പയിൻ മാനേജർ ചെല്ലുക. അതിൽ ചെന്ന് കഴിയുമ്പോൾ അനലൈസിൻ്റെ അവിടെ ഇൻസൈറ്റ് ടാഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇൻസൈറ്റ് ടാഗ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ കാണിച്ചു തരും. അതായത് മൂന്ന് രീതിയിൽ നമുക്കിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു കോഡാണ്, ആ ഒരു കോഡ് നമുക്ക് ചെയ്യാനും സാധിക്കും. അത് ഒന്ന് നമുക്ക് വെബ്സൈറ്റിൽ ഡയറക്റ്റ് കൊണ്ടുപോയി നമുക്ക് ഈ ഒരു കോഡ് നമുക്ക് കൊണ്ട് ഇടാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലഗിൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡെവലപ്പർക്ക് ഇത് കൊടുത്തു കഴിയുമ്പോൾ ആ ഡെവലപ്പർ നമുക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് GTM, ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്നത്. ആ GTM യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കോഡ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമുക്കിവിടെ ചെയ്യാൻ പോകുന്നത് ഒന്നെങ്കിൽ ഈ 3 മെത്തേഡിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതാണ് നോക്കുന്നത്. അതായത് വെബ്സൈറ്റുമായിട്ടപ്പോൾ ഓൾറെഡി ഈ ഗൂഗിൾ ടാഗ് മാനേജർ കണക്ട് ചെയ്തിരിക്കണം. ആ കണക്ട് ചെയ്തതിന് ശേഷം ഈ ടാഗ് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് വെബ്സൈറ്റിലേക്ക് നമ്മൾ കോഡ് കൊണ്ട് അപ്ലൈ ചെയ്യാതെ നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിൾ ടാഗ് മാനേജർ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജർ. ഇവിടെയാണ് നമ്മൾ പുതിയ ടാഗുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പുതിയ ടാഗുകൾ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ സെറ്റപ്പ് ചെയ്യാനാണ്. ഇവിടെ ഞാൻ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു ടാഗിനൊരു നെയിം കൊടുക്കാം. അവിടെ ഞാൻ ലിങ്ക്ഡിൻ ഇൻസൈറ്റ് ടാഗ് എന്ന പേര് കൊടുത്തു. അതിനുശേഷം ഞാൻ തൊട്ട് താഴേക്ക് വരുന്നു. അവിടെ ടാഗ് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കുറച്ചേറെ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ സാധിക്കും. ടെംപ്ലേറ്റ് ഗാലറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഗാലറിയിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ലിങ്ക്ഡിൻ ഇൻസൈറ്റ് ടാഗ് 2.0 എന്ന് പറയുന്ന ഒറ്റൊരു ടാഗ് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതായത് നമ്മളൊന്ന് ചേഞ്ച് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ലിങ്ക്ഡിൻ ഇൻസൈറ്റ് ടാഗ് 2.0 എന്നുള്ളത് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മളവിടെ ആ ഒരു ID സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നു. ID സെറ്റപ്പ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം നമ്മൾ WordPress കൊടുക്കുന്നു. വീണ്ടും നമ്മളത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് നമ്മൾ വീണ്ടും സബ്മിറ്റ് കൊടുത്തതിന് ശേഷം അത് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെറിയൊരു ചേഞ്ച് വരുത്തി. ഇൻസൈറ്റ് ടാഗ് 2.0 എന്ന് പറഞ്ഞതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമ്മളവിടെ വീണ്ടും വരുന്നു. അത് നമ്മൾ ഇവിടെ നമുക്ക് വെരിഫൈ ആയാലേ ഉള്ളൂ അത് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് വരത്തുള്ളൂ.